ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റോന്ത് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ആ സിനിമയുടെ ഒരു അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടാകും. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളും എൻ്റെ ചിന്താഗതികളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതിലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാരൻ്റെ കാര്യക്ഷമതയും കാര്യപ്രാപ്തിയും പുള്ളിയുടെ ഒബ്സർവേഷനും എല്ലാം നമുക്ക് യോഹന്നാൻ എന്ന ക്യാരക്ടറിലൂടെ കാണാൻ പറ്റും. കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇപ്പോൾ IPC പഠിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരനും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസുകാരനെ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ പല സീനുകളിലൂടെ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ആ ഒരു കടത്തിണ്ണയിൽ ആ ഒരു പെണ്ണും ചെറുക്കനും ഇരിക്കുന്ന സീൻ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരോട് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എന്താണ് കാര്യം മനസ്സിലായി എന്ന് ആ ഒരു സീനിൽ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പൂവാലന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതി, പുള്ളി ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെമ്മാച്ചനാണ് ഇവരോട് സുവിശേഷം പറയാമെന്ന്. പുള്ളി എന്നിട്ട് അവരോട് ചെന്ന് തട്ടിക്കയറി പുള്ളി ഒരു പോലീസ് മുറയിൽ രീതിയിൽ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവിടെ 40,000 പോലീസുകാരേ ഉള്ളൂ. അവര് കോടതിയും കേസും ഒന്നും പേടിച്ചിട്ടല്ല മര്യാദ രീതിയിൽ നടക്കുന്നത്, പോലീസുകാരുടെ ഇടി പേടിച്ചിട്ടാണെന്ന് പറയുന്നത്. ഇങ്ങനെ ജനങ്ങളെ രൗദ്രഭാവം കൊണ്ട് പേടിപ്പിക്കുന്ന പോലീസുകാരുടെ അവർക്കുള്ളില് അവരനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളുമാണ് നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അവർ ആ അറക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള സീൻ, റോഷൻ അവരോട് തട്ടിക്കയറുകയും അവിടെ ഒരു സീൻ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ യോഹന്നാൻ വന്ന് വളരെ കൂളായിട്ട് ആ ഒരു സീൻ കൈകാര്യം ചെയ്യും. പുള്ളി പറയും, നമ്മൾ പരാതി കിട്ടി അവിടെ ചെന്ന്, ഇപ്പം അവർ പറയുന്നു അവർക്ക് പരാതിയില്ല, അവരുടെ മോളകത്തുണ്ട്, നമുക്ക് അവരിൽ നിന്ന് അത് എഴുതി വാങ്ങിക്കുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ പുള്ളി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഒരുപാട് സീനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ജീപ്പിനോടൊപ്പം നമ്മളും സത്യത്തിൽ ആ രാത്രി മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ വളരെയധികം നമ്മൾ വിഷമിച്ച് അവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലൈമാക്സ് വന്നപ്പോൾ അത് സിനിമാറ്റിക് ആക്കിയതുപോലെ എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള യോഹന്നാന് ഇങ്ങനൊരു സംഭവം പോലീസുകാർ വിളിച്ച് പറയുമ്പോൾ പുള്ളിക്ക് അച്ഛൻ്റെ സ്ഥലത്ത് ഭാര്യയെ കൊണ്ട് ചെന്നാക്കുന്നത് വരെ പുള്ളിക്ക് സമയം ഉണ്ടായിരുന്നു ചിന്തിക്കാൻ. അപ്പോൾ പുള്ളി എന്തുകൊണ്ട് അത് ദിന്നാദിനെ വിളിച്ച് പുള്ളിയെ അവനുമായിട്ട് ഇത്രയധികം പൊട്ടൻ എന്നാണല്ലോ എപ്പോഴും അവനെ പറയുന്നത്, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനും എന്തുകൊണ്ട് പുള്ളി ശ്രമിച്ചില്ല എന്ന് എനിക്ക് തോന്നി. പുള്ളി മേഡിജേഴ്സിനോട് പറയുന്നുണ്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന അപകടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു അപകടത്തെ പറ്റി പുള്ളി ഇത്രയധികം ദീർഘവീക്ഷണമുള്ള ഒരാൾ ചിന്തിച്ചില്ല? അതെന്തുകൊണ്ട് ദിന്നാദുമായിട്ട് പങ്കുവച്ചില്ല, പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തില്ല എന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ഫോൺ കോൾ എഡിറ്റ് ചെയ്ത കാര്യം, ഇപ്പോൾ പോലീസ് അന്വേഷണം വരുമ്പോൾ ആ ഫോൺ കോളിന്റെ ഫുൾ കോൾ ഹിസ്റ്ററി ഇവർക്ക് പോലീസിന് കിട്ടാവുന്നതാണ്, കോടതിയിൽ അത് സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ആ ഫോൺ കോളിലെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ പെങ്ങളും ആ പയ്യനും ഇവിടെയുണ്ട്, നീ അവരുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ കാര്യങ്ങൾ നിനക്ക് അവരെ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്ത് കാണിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ സമയം ഏതാണ്ട് നേരം വെളുക്കാറായി. അപ്പൊ ആ സമയത്തും പുള്ളിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കും ദിന്നാദിന് ഇതിൽ പങ്കില്ല എന്നുള്ളത് ആ സമയത്ത് ഇവരോടൊപ്പം നവീൻ ആ സമയത്ത് ഇവരോടൊപ്പം ഉണ്ട്. പക്ഷെ പിന്നെ അവരെ മറ്റ് പിള്ളേർ വന്നിട്ട് പറയും അവൻ ഇറങ്ങി ഓടി എന്ന് പറയും. അപ്പോഴും നവീന്റെ കൂട്ടുകാരൻ അരുൺ അവരോടൊപ്പം ഉണ്ട്. പിന്നെ ഈ അരുൺ എല്ലാത്തിനും സാക്ഷിയാണ്. അപ്പൊ അരുണിനെ ക്വസ്റ്റ്യൻ ചെയ്താലും കാര്യങ്ങൾ വ്യക്തമാവും. പിന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാല് ജിനോയും കൂട്ടരോടും രാവിലെയും യോഹന്നാൻ സംസാരിച്ചാണ്. അപ്പൊ അരുൺ പറയുന്നുണ്ട് നവീൻ ഇറങ്ങി ഓടി എന്ന് പറയുന്നുണ്ട്. അപ്പം അരുൺ അതിന് സാക്ഷിയാണ്. അരുണിനെ ക്വസ്റ്റ്യൻ ചെയ്താലും കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ നവീന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താലും ഏത് സമയത്താണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് ആ ക്ലൈമാക്സ് എന്തോ അത്രയധികം നല്ല രീതിയിൽ വന്ന സിനിമ, ആ ക്ലൈമാക്സ് എന്തോ എനിക്ക് സിനിമാറ്റിക് ആവാൻ വേണ്ടി വേഗം തീർത്ത പോലെ തോന്നി. എന്ത് തന്നെയാലും ആ ക്ലൈമാക്സ് നമ്മളിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. ആ ഒരു ദിന്നാദിന്റെ മരണവും യോഹന്നാന്റെ ആ ജീപ്പിലൂടെയുള്ള യാത്രയും അതും ആ ഒരു പോലീസുകാരാണ് ആ റോഡ് കഴുകുന്ന സീനും എല്ലാം നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചാണ് സിനിമ തീർന്നതെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ എനിക്ക് ഇതിൽ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.